കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാല ഈ നല്ല ദിവസത്തിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഉള്ളതായ ഫേസ്ബുക്ക് പേജിൽ കടന്നു വന്ന വചനവും സാക്ഷ്യവും എന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ എളിവനെ കർത്താവ് സഹായിച്ച കർത്താവിൻ്റെ മഹാകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഈ മിനിസ്ട്രിയെ ദൈവം കരുതി വഴി നടത്തി മുൻപോട്ട് കൊണ്ടുപോകുന്ന വിധങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ മുന്നണിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഞാനിന്ന് സംസാരിക്കുന്നത് തെലങ്കാനയിൽ നിന്നാണ്. തെലങ്കാനയിൽ പ്രത്യേക ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ മീറ്റിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപരിപ്പിക്കുവാൻ എല്ലാം ദൈവം സഹായിക്കുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം അത്ഭുതകരമായി വഴികളെ തുറന്ന് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഒരു വചനം വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രഭാതത്തിലെ വചനധ്യാനത്തിലേക്ക് കടക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായൊരു ദൈവത്തിൻ്റെ വചനമാണ്. നമുക്കറിയാം, മോശ ഫറവോന്റെ രാജകൊട്ടാരത്തിൽ രാജകുമാരനായിട്ട് വളർന്നു. സ്ഥാനം നോക്കുകയാണെങ്കിൽ അടുത്ത ഫറവോന്റെ സ്ഥാനത്തേക്ക്, സിംഹാസനത്തിലേക്ക് വരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ തൻ്റെ ഹൃദയത്തിൽ കിടന്ന ആഴമായ വെളിപ്പാടനുസരിച്ചുകൊണ്ട് തൻ്റെ ജനം, തൻ്റെ സഹോദരങ്ങൾ അനുഭവിക്കുന്നതായ കഷ്ടതകളെക്കുറിച്ച്, അനുഭവിക്കുന്നതായ നിന്ദകളെക്കുറിച്ച് ആഴമായി വെളിപ്പാട് പ്രാപിച്ചതായ മോശ എന്ന മനുഷ്യൻ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കുകയാണ്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ തീരുമാനമെടുക്കുകയാണ്. ഹല്ലേലൂയ. എന്താണ് താൻ തീരുമാനമെടുത്തത്? പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. വലിയൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് മോശ. ഇവിടെ തൻ്റെ മുൻപിൽ 2 വഴികളുണ്ട്. അത് നോക്കുമ്പോൾ, ഒന്ന്, താൻ രാജകൊട്ടാരത്തിലായിരിക്കുന്നതായ ആ സ്ഥിതിയിൽ അവിടെ തനിക്ക് യാതൊന്നിനും കുറവില്ല. മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ച മനുഷ്യനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ സുഖസൗകര്യങ്ങൾ, രാജകീയ ഭോജനം, രാജകീയ സകല സുഖസൗകര്യങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ സകല അധികാരങ്ങളും. ഹല്ലേലൂയ. ആ രാജസന്നിധിയിലുള്ള, രാജാവിന്റെ കൊട്ടാരത്തിൽ ഉള്ളതായ വ്യക്തിക്ക് ലഭിക്കുന്ന സകല മാനങ്ങളും, രാജകുമാരൻ എന്ന പദവിയിലിരിക്കുന്ന സകല മാനങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ താൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. മറുവശത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ സ്വന്തം ജനം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, അടിമത്തത്തിൽ കിടക്കുന്ന ജനം, അവർ കഷ്ടത അനുഭവിക്കുന്നത് കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുഖത്തിന്റെ പട്ടുമത്തയിൽ കിടക്കുമ്പോൾ അവന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്, ഹല്ലേലൂയ, മിസ്രൈമിൽ അടിമത്തം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ, കഠിന വേലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ തൻ്റെ സഹോദരങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഹല്ലേലൂയ. സുഷിപ്തമായി കിടന്നുറങ്ങുമ്പോഴും രാജകീയ ഭോജനം കഴിക്കുമ്പോഴും, നന്നായിട്ട് ആഹാരത്തിന് പോലും വകയില്ലാതെ ദൈവത്തോട് നിലവിളിക്കുന്നതായ, മഴയത്തും വെയിലത്തും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ സഹോദരങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ മോശയെ അവിടെ അടക്കി കിടത്തുവാൻ അനുവദിച്ചില്ല. മോശയുടെ സ്വസ്ഥത കെടുത്താനിടയായി, അവൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുവാനിടയായി അവൻ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു. ഈ സുഖസൗകര്യങ്ങൾ, ഈ രാജകീയ ഭോജനമോ രാജകീയ സുഖസൗകര്യങ്ങളോ അധികാരങ്ങളോ പദവിയോ ഒന്നുമല്ല എനിക്ക് വേണ്ടത്. ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. എനിക്ക് എൻ്റെ ജനത്തോടൊപ്പം പോകണം.
ഹാലലിയ, ദൈവജനത്തോടൊപ്പം. ഹാലലിയ, ഒന്നുകൂടി ആഴമായി പറയുകയാണെങ്കിൽ ദൈവത്തോടൊപ്പം. ദൈവം എൻ്റെ മേൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം, ദൈവം എനിക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ്, ദൈവം എന്നിൽ എന്താണോ നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്, എന്നെക്കുറിച്ച് ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് എനിക്ക് ഇറങ്ങി പുറപ്പെടണം. ഇതാ മോശ തീരുമാനമെടുത്തുകൊണ്ട് ഹല്ലേലൂയ താൻ അവിടെ നിന്നും ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം മിദ്യാൻ മരുഭൂമിയിൽ അകപ്പെട്ട്, നമുക്കറിയാം 40 വർഷത്തിന് ശേഷമാണ് മോശ ദൈവത്തിന്റെ അരുളപ്പാട് പ്രാപിച്ച് മിസ്രൈമിൽ നിന്ന് ഉള്ള അടിമത്തത്തിൽ നിന്നും തന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയും ഹല്ലേലൂയ തന്റെ ദൈവത്തിന്റെ മുൻപാകെ തീരുമാനമെടുത്തുകൊണ്ട് തന്റെ ലോകത്തിലുള്ള തന്റെ അധികാരവും തന്റെ പദവിയും സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ മനുഷ്യനെ ഇതാ വർഷങ്ങളായി 400-ൽ പരം വർഷങ്ങളായിട്ട് അടിമത്തത്തിൽ കിടക്കുന്ന ഹല്ലേലൂയ 1000 ലക്ഷക്കണക്കിന് തന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് നായകനായി മുൻപിൽ നിർത്തുന്നതായ സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നാം നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പ്രകാരം പറയുന്നു. ഹല്ലേലൂയ 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാകുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ശ്രേഷ്ഠ മക്കളാണ്. ഹല്ലേലൂയ, കർത്താവിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് അനേകരെ നയിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ വെളിച്ചമേറി നടക്കുന്നവരാണ്. ഈ ഒരു നമ്മിൽ കിടക്കുന്നതായ ഈ തിരഞ്ഞെടുപ്പിനെ ഓർത്തു നോക്കുകയാണെങ്കിൽ, നമ്മിൽ കിടക്കുന്നതായ ഈ വലിയ വിളിയെ, ഈ തിരഞ്ഞെടുപ്പിനെ, ദൈവത്തോട് നമുക്കുള്ള ആഴമായ ബന്ധത്തെ നമുക്ക് ഓർത്തു നോക്കുകയാണെങ്കിൽ, ഈ ലോകത്തിലെ സുഖങ്ങളോ സൗകര്യങ്ങളോ ഈ ലോകത്തിലെ പേരോ പ്രശസ്തി ഒന്നും തന്നെ നമ്മെ തൊടുവാനിടയാകത്തില്ല. ഒന്നും തന്നെ നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളാവുകയില്ല. നമ്മുടെ ചിന്ത എപ്പോഴും സ്വർഗത്തിന് നമ്മുടെ മേൽ കിടക്കുന്ന വിളിയെക്കുറിച്ചായിരിക്കും. എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? അതായിരിക്കണം ഈ ദിവസങ്ങൾ നമ്മെ ചലിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത്? എൻ്റെ ജീവിതത്തെ ഏത് നിലവാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഞാൻ എപ്രകാരമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതായിരിക്കണം നമ്മുടെ ഈ ദിവസങ്ങളിൽ ഉള്ള എല്ലായ്പ്പോഴുമുള്ള ചിന്ത. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മെ ദിനംതോറും വഴി നടത്തേണ്ടത്. അതായിരിക്കണം നമ്മെ ഹല്ലേലൂയ ഓരോ പ്രതിസന്ധികൾ നമ്മെ എതിരിടുമ്പോഴും, ഓരോ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മെ ഹല്ലേലൂയ പിടിച്ചു നിർത്തേണ്ടത് ദൈവത്തിന് നമ്മോടുള്ള ആഴമായ സ്നേഹവും ദൈവത്തിന് നമ്മുടെ മേലുള്ള വിളിയും നമ്മുടെ മേലുള്ള തിരഞ്ഞെടുപ്പും ആയിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മെ തന്നെ ഒന്ന് നോക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ മോശ 2 തിരഞ്ഞെടുപ്പ് നടത്തി. ഹല്ലേലൂയ. എന്നാൽ ഇന്നുള്ള ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നാം എല്ലാവരും നമ്മൾ പലപ്പോഴും ബഹുഭൂരിപക്ഷമായിരിക്കുന്ന ദൈവമക്കളും ബഹുഭൂരിപക്ഷമൊക്കെ ദൈവത്തിന്റെ ദാസന്മാരും എല്ലാം നോക്കുന്നത് അവർക്ക് കംഫർട്ടായിട്ടുള്ള ഒരു സോൺ അവർ തന്നെ നിർമ്മിക്കുകയാണ്. ഹല്ലേലൂയ. അവർ ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള നന്മകൾ പ്രാപിക്കാൻ. കർത്താവ് രോഗത്തിന് സൗഖ്യം നൽകണം, ജോലിയിൽ പ്രമോഷൻ നൽകണം, നല്ല ശമ്പളം നൽകണം, മക്കളുടെ കാര്യങ്ങളെല്ലാം ഭാവിയെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ കൊണ്ടുപോകണം, സാമ്പത്തിക മേഖലകൾ ഭദ്രമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണം, വസ്തുവാഹനങ്ങൾ, വീട് എല്ലാം ഈ ലോകത്തിൽ ആവശ്യമായിരിക്കുന്ന സകല നന്മകളും ദൈവം സമൃദ്ധിയായി ഒരു മനുഷ്യന് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു കംഫർട്ട് സോണിലേക്ക് പോവുകയാണ്, ഒരു ആശ്വാസപ്രദമായ മേഖലയിലേക്ക് പോവുകയാണ്. ഇതാണ് ഇന്ന് ആയിരിക്കുന്ന ബഹുഭൂരിപക്ഷം മക്കളും ദൈവത്തിൻ്റെ മക്കളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എനിക്ക് ആശ്വാസകരമായിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടക്കണം, എൻ്റെ ജോലി നടക്കണം, എൻ്റെ വിദ്യാഭ്യാസം നടക്കണം, എൻ്റെ കുടുംബം എല്ലാം സ്വസ്ഥമായ രീതിയിൽ കടന്നു പോകണം. എന്നാൽ വിളിയും തിരഞ്ഞെടുപ്പും ഉള്ള വ്യക്തികളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അതല്ല. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് സംസാരിക്കും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വ്യക്തമായി കേട്ട ഒരു വചനമാണ്. എന്നോട് പറഞ്ഞ വാക്കാണ്, നീ കംഫർട്ട് സോൺ ഒന്ന് വിട്ട് ഇറങ്ങുക.
നീ ആശ്വാസപരം, നിനക്ക് സ്വയം ആശ്വാസമായിട്ട് നീ കണ്ടെത്തി വെച്ചുകൊണ്ട് അതേത് ഭൗതിക മേഖല, ആത്മീയ മേഖലയുമാണെങ്കിലും നീ സ്വയം സംതൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുന്നതായ ചില മേഖലകളുണ്ടല്ലോ, അത് നീ വിട്ടിറങ്ങേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം നീ ഈ ഭൂമിയിൽ സ്വസ്ഥമായി സമാധാനത്തോടെ സകല സമൃദ്ധിയും അനുഭവിച്ചുകൊണ്ട് സുഖമായി ജീവിച്ചു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. ഹാലലിയ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:1 പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നിടമായ ഹാലലിയ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. ഹാലലിയ. ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിന്റെ മക്കളായി പൈതലായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ചിന്തകളും നിന്റെ ആലോചനകളും കിടക്കേണ്ടത് നശ്വരമായി പോകുന്ന ഈ ഭൂമിയിലല്ല, ഈ താണ നിലത്തല്ല നിന്റെ സ്വപ്നങ്ങൾ കിടക്കേണ്ടത്. നിന്റെ സ്വപ്നങ്ങൾ കിടക്കേണ്ടത്, നിന്റെ നിക്ഷേപം കിടക്കേണ്ടത് പരമോന്നതനായ ദൈവം വസിക്കുന്ന ഇടമായ സ്വർഗത്തിലായിരിക്കണം. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. എന്നാൽ എത്ര പേർക്ക് ഈ ഒരു ദർശനം ഉണ്ട്? എത്ര പേർക്ക് ഈ നാളുകളിൽ ഈ ദർശനം പ്രാപിച്ച് മുന്നേറുവാനായിട്ട് കഴിയുന്നുണ്ട്? അതുകൊണ്ട് നമ്മുടെ കംഫർട്ട് സോണുകളെ വിട്ടിറങ്ങിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നുവോ? മോശയ്ക്ക് വേണമെങ്കിൽ തനിക്ക് വരാനിരിക്കുന്നതായ ഫറവോൻ എന്ന രാജകീയ പദവിയുമായിട്ട് സ്വയം സംതൃപ്തനായിട്ട്, ഇത് ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് സ്വയം സംതൃപ്തി അടഞ്ഞ് അവിടെ തന്നെ രാജകീയ സുഖ സൗകര്യങ്ങള് അനുഭവിച്ചുകൊണ്ട് അവിടെ തന്നെ താമസിക്കാമായിരുന്നു. എന്നാല് അവന്റെ കാലുകളെ അടക്കി നിർത്തിയില്ല. അവൻ എന്താണ് പറഞ്ഞേ? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിന്റെ നിന്ന ഏൽക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. തനിക്ക് രാജമന്ദിരത്തിൽ ലഭിക്കുന്നതായ അധികാരമോ, തനിക്ക് ആ ലോകത്തിൽ ആ രാജ്യത്തിൽ ലഭിച്ചിരിക്കുന്നതായ പദവികളോ അധികാരമോ ഒന്നുമല്ലായിരുന്നു മോശയുടെ വിഷയം. അവന്റെ വിഷയം ഹല്ലേലൂയ തന്റെ മേൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിളി എന്താണ്, തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദർശനം എന്താണ്, തന്റെ മേലുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, അത് ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ സകല സുഖ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി നിന്നെ അനുഭവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവനെയായിരുന്നു ദൈവം. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ അവരുടെ അടിമത്വത്തിൽ നിന്നും വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന അടിമത്വത്തിൽ നിന്നും പുറപ്പെടുവിച്ച് നടത്തുവാന് ദൈവം തിരഞ്ഞെടുത്തത് തനിക്ക് വിലയേറിയതെന്ന് ലോകം കൽപ്പിച്ചിരുന്ന സുഖങ്ങളും സൗകര്യങ്ങളും സ്വത്തുമെല്ലാം വിട്ടിറങ്ങിയവനെയായിരുന്നു. ഈ ദിവസങ്ങൾ ഓർക്കണം, നമ്മുടെ മേൽ ദൈവത്തിന്റെ വിളിയുണ്ടെങ്കിൽ, നമ്മുടെ ദൈവത്തിന് മേൽ തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്നും വിട്ടിറങ്ങേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി പ്രാപിച്ചവനായ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രാപിച്ചവനായ, ദൈവത്തിന്റെ സ്വപ്നങ്ങളെ, ദൈവത്തിന്റെ ആശകളെ നിറവേറ്റുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞതിരിക്കുകയാണ്, ഹല്ലേലൂയ, നീ നിന്റെ സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഇറങ്ങിക്കൊണ്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവത്തിന്റെ വിളിയുള്ള വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ സ്വർഗത്തിലെ ആശയങ്ങളെ നിവർത്തിക്കുവാൻ തക്കവണ്ണം, സ്വർഗത്തിന്റെ പദ്ധതികളെ നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ കണ്ടിരിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവജനമേ, പ്രിയ ദൈവദാസ, ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ ലോകവുമായി ഇഴുകിച്ചേർന്ന് പോകുവാനല്ല, ലോകത്തിന്റെ അധികാരങ്ങളോ പദവിയുമായി ഇഴുകിച്ചേർന്ന് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും നീ വിട്ടു പുറപ്പെടുവാൻ ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോൾ നീ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നുവോ, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നുവോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, അന്നു മുതൽ നീ കേൾക്കേണ്ടത് ലോകത്തിന്റെ വാക്കുകളല്ല, അന്നുമുതൽ നീ കേൾക്കേണ്ടത് ലോകത്തിന്റെ ആശയങ്ങളല്ല, അന്നു മുതൽ നിന്നെ നടത്തേണ്ടത് ലോകത്തിന്റെ ഹല്ലേലൂയ വാക്കുകളോ ആശയങ്ങളോ ബുദ്ധികളോ ഒന്നുമല്ല. അന്നു മുതൽ നിന്നെ നടത്തേണ്ടത് സ്വർഗത്തിന്റെ ശബ്ദമാണ്. വിട്ടിറങ്ങിയതായ അബ്രഹാമിനെ കുറിച്ച് വിശ്വാസികളുടെ പിതാവായി ഇന്നും വിളിക്കപ്പെടുന്നതായ, നമ്മൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് വിളിക്കപ്പെടുവാൻ അഭിമാനിക്കുന്നവരായ നമ്മളെല്ലാവരും ഹല്ലേലൂയ അഭിമാനിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആ അബ്രഹാമിനെ ദിനംതോറും ദൈവത്തിന്റെ വാക്കുകൾ കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ കൊടുത്തുകൊണ്ട് വിശ്വാസത്താൽ നടത്തിയതായ ഒരു ദൈവത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവം, നമ്മൾ ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ബന്ധങ്ങളും എല്ലാം കിടക്കുന്നത് സ്വർഗവുമായിട്ടാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് ലോകത്തിൽ വരുന്ന കഷ്ടതകളൊന്നും, ലോകത്തിൽ വരുന്ന പ്രതിസന്ധികളൊന്നും, ലോകത്തിൽ വരുന്ന എതിർപ്പുകളൊന്നും നിന്നെ തൊടുവാനിടയാകരുത്. ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് പറയാണ്, നീ ദൈവത്തിന്റെ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിനക്ക് കിടക്കുന്ന നീ ദൈവത്തിന്റെ വ്യക്തിയായിട്ട്, ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അത് സുവിശേഷ പ്രവർത്തനം നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് കർത്താവ് ഈ ലോകത്തിൽ ചെയ്യുവാൻ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നിന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആശയവിനിമയങ്ങൾ സ്വർഗവുമായിട്ടായിരിക്കണം. നിനക്ക് ആലോചന പകരുന്നത് സ്വർഗമായിരിക്കണം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് അരുളി ചെയ്തതായ അതേ കർത്താവുമായിട്ടായിരിക്കണം നിനക്ക് ആഴമായ ബന്ധം കിടക്കേണ്ടത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നീ ഒരു വ്യക്തിയുടെ വാക്ക് കേട്ടോ, ഒരു വ്യക്തിയുടെ പെരുമാറ്റം കണ്ടുകൊണ്ടോ, ഒരു വ്യക്തിയുടെ നിന്നെ ഒറ്റപ്പെടുത്തി പോകുന്നത് കണ്ടുകൊണ്ടൊന്നും നീ ഭയപ്പെടുവാൻ പാടില്ല, നിങ്ങൾ മാറിപ്പോകാൻ പാടില്ല, നിങ്ങൾ ഹൃദയത്തിൽ വിഷമിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വിളി കിടക്കുന്നവനെ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകൾ അവനെ തീർച്ചയായും വേട്ടയാടുവാനിടയാകും. ഈ ലോകത്തിന്റെ എതിർപ്പുകൾ എപ്പോഴും ദൈവത്തിന്റെ പൈതലോടായിരിക്കും. ഈ ലോകത്തിന്റെ എതിർപ്പുകൾ, പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നതായ ഈ ലോകം എപ്പോഴും നോക്കുന്നത് ഒരു ദൈവ പൈതലിനെ എങ്ങനെ ഒതുക്കുവാൻ കഴിയുമോ. ഈ ലോകത്തിലെ ജനങ്ങൾ നോക്കുന്നത് ദൈവസഭയെ എങ്ങനെ ഒതുക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തീർച്ചയായും ഈ എതിർപ്പുകളെ മറികടന്ന് എതിർപ്പുകൾ നേരിടേണ്ടത് നമ്മൾ ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എതിർപ്പുകളോ പ്രതിസന്ധികളോ ഒറ്റപ്പെടുത്തലുകളോ കണ്ണുനീരോ ദുഃഖം ഒന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ്. ഇത് നമ്മുടെ ഈ ലോകത്തിൽ നമുക്കുള്ളത് തന്നെ. എന്നാൽ ഇതിലുപരിയായി ഇതിലുപരിയായി നമുക്ക് കിടക്കുന്ന ആഴമായ ബന്ധം ദൈവവുമായിട്ടാണ്. അതുകൊണ്ടാണ് തന്റെ ക്രിസ്തുവിന്റെ നിന്ന ഏൽക്കുവാൻ വേണ്ടി മോശ തീരുമാനമെടുത്തത്. അതിപ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 11:24. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. ഈ ലോകത്തിൽ നിനക്ക് വരുന്ന നിന്നയല്ല വലുത്. ഈ ലോകത്തിൽ നീ നേരിടുന്ന കഷ്ടതയല്ല, നീ നേരിടുന്ന ഒറ്റപ്പെടുത്തലോ കണ്ണുനീരോ എതിർപ്പുകളോ ഒന്നുമല്ല. അതിനേക്കാൾ ഉപരിയായി യേശുവിന്റെ നിന്ന വഹിക്കുന്നതായ ഒരു സ്ഥാനം ലഭിച്ചില്ലേ? കർത്താവിനാൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടില്ലേ? ക്രിസ്തുവിന്റെ ഭൃത്യനായി, ക്രിസ്തുവിന്റെ മകനായി, ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും വിളിയും പ്രാപിച്ച് നീ ഇറങ്ങി തിരിച്ചില്ലേ? നിന്റെ മേൽ കിടക്കുന്ന വിളിയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അതിനോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു സ്ഥാനമാനങ്ങൾക്കും കഴിയില്ല. അതിനോട് തുലനം ചെയ്യുവാൻ പ്രിയ ദൈവ പൈതലേ, നിനക്ക് ലഭിച്ചിരിക്കുന്നതായ മഹത്വം, നിനക്ക് ലഭിച്ചിരിക്കുന്നതായി വിളിയുണ്ടല്ലോ, ഈ തിരഞ്ഞെടുപ്പിനോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു സ്ഥാനമാനങ്ങൾക്കും പറ്റുകയില്ലെന്നേ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ നിന്ന ഏൽക്കുവാൻ തക്കവണ്ണം, ദൈവജനത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ, യേശുവിന്റെ വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ ഈ ലോകത്തിലെ നിന്നുകളോ കഷ്ടതകളോ ഒറ്റപ്പെടുത്തുകളോ നമ്മെ തൊടുവാൻ പാടില്ല. നമ്മെ നടത്തേണ്ടത് ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളാണ്. ബലമുള്ള ദൈവത്തിന്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നേറുവാനായി കഴിയും. ഹല്ലേലൂയ. ഈ ദിവസം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ കംഫർട്ട് സോണുകളെ നമ്മൾ വിട്ട് ഇറങ്ങേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായ ചില മേഖലകളുണ്ട്. ഇങ്ങനെയായാൽ എൻ്റെ സാമ്പത്തിക മേഖല ഭദ്രമായിരിക്കും, എൻ്റെ ആരോഗ്യ മേഖല ഭദ്രമായിരിക്കണം, കുട്ടികളുടെ ഭാവി, ഹല്ലേലൂയ, എൻ്റെ സ്വപ്നമായിരിക്കുന്ന വീട്. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ ഈ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ നാം ഒരു കംഫർട്ട് സോൺ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ ഈ ഭൂമിയിൽ ഒതുങ്ങിപ്പോകുന്നതല്ല. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിലനിൽപ്പുള്ളത്, നമ്മുടെ സ്വപ്നങ്ങൾ നിലനിൽക്കുന്നത്, നമ്മുടെ സ്വപ്നം കിടക്കുന്നത് നിത്യരാജ്യത്തിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവം അവിടേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നമ്മെ അത് ചലിപ്പിക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ചില വ്യക്തികൾ പറയാം, നാം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമുക്കറിയാം നമുക്ക് മുന്നേറുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്തതായ വ്യക്തികൾ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും നമ്മൾ സഹകരിക്കുന്ന വ്യക്തികൾ നമുക്കെതിരായി നിൽക്കുമ്പോൾ, നമ്മെ വെറുക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെതിരായി സംസാരിക്കുമ്പോൾ, നമ്മെ വിമർശിക്കുമ്പോൾ അവരോട് നമുക്ക് പലപ്പോഴും ക്ഷമിക്കാൻ കഴിയാത്തതായ ഒരു വിഷമം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? നമുക്കെതിരെ ഒരു വ്യക്തി തിരിയുകയാണെങ്കിൽ അവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പിന്നെ എപ്പോഴും നമുക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിപ്പാനോ ഒന്നും പറ്റാത്തതായ ഒരു അവസ്ഥ. എപ്പോഴും ആ ചിന്തകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും.
എങ്കിലും ആ വ്യക്തി എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ആ വ്യക്തി എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതായ ഭാരം അത് നമ്മളെ ഉറക്കം കെടുത്തുവാൻ ഇടയാകും. അത് നമ്മുടെ ഭക്ഷണം നമുക്ക് കഴിക്കുവാൻ, അത് ആസ്വദിക്കുവാൻ കഴിയാത്ത വിധം, നമുക്ക് ഉറങ്ങുവാൻ കഴിയാത്ത വിധം, നമുക്ക് സ്വസ്ഥമായി എവിടെയും ഇരിക്കുവാൻ കഴിയാത്തവണ്ണം നമ്മെ വേട്ടയാടുവാൻ ഇടയാകും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നതാണ് നമ്മെ നാം എല്ലാവരും, യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു, നിങ്ങളും എല്ലാവരോടും ക്ഷമിക്കുക എന്നൊരു വലിയ പദം, ആ പദത്തിൽ വലിയൊരു ആഴമായ സത്യം കിടപ്പുണ്ട്. ഒരുപക്ഷെ ക്ഷമിക്കുക എന്ന് ദൈവം ഒറ്റ വാക്കിൽ പറഞ്ഞപ്പോഴും നമുക്ക് പറയാൻ കഴിയും, ഒരുപക്ഷെ നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല. ഇല്ല പ്രിയ ദേവദാസ അല്ലെങ്കിൽ ബ്രദറെ, എനിക്ക് ആ വ്യക്തി എന്നോട് ചെയ്തത് ഓർത്തിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ശരിയാണ്, മാനുഷികപരമായിട്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ ക്ഷമിക്കുവാൻ കഴിയില്ലായിരിക്കും. എന്നാലും ആ വ്യക്തി ആ ക്ഷമ പ്രാപിക്കുവാനുള്ള യോഗ്യത ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ അതുകൊണ്ടല്ല നീ ക്ഷമിക്കേണ്ടത്. ആ വ്യക്തിക്ക് യോഗ്യതയില്ലായിരിക്കും, എങ്കിലും നീ ക്ഷമിക്കണം. എന്തുകൊണ്ടെന്നാൽ നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. നിന്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുവാൻ പാടില്ല. നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമയത്തെ വ്യർത്ഥമാക്കുന്നതായ, നമ്മെ വിഷമിപ്പിക്കുന്നതായ, നമ്മെ സങ്കടപ്പെടുത്തുന്നതായ ഒരു വ്യക്തിയുടെ ഓർമ്മ പോലും നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ സമയം വ്യർത്ഥമാകാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതായ നമ്മുടെ വിളി, നമ്മുടെ തിരഞ്ഞെടുപ്പ്, അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. മോശയുടെ വിളി കേട്ട്, അല്ലെങ്കിൽ മോശയാൽ നയിക്കപ്പെട്ടതായ ഇസ്രായേൽ ജനം ഇതാ പലപ്പോഴും മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു, മോശയ്ക്കെതിരെ സംസാരിക്കുന്നു. അപ്പോഴെല്ലാം മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ് ചെയ്തത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ദിവസങ്ങൾ നമ്മൾ എന്താണ്, നമുക്കെതിരെ ഒരു വ്യക്തി സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. കാരണം നമ്മുടെ ബന്ധം കിടക്കേണ്ടത് ദൈവവുമായിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നമ്മെ വിഷമിപ്പിക്കുന്നതായ ഒരു കാര്യങ്ങളോ, നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തകളോ ഒന്നും ഈ ദിവസങ്ങൾ നമ്മുടെ സമയത്തെ വൃഥാവാക്കാൻ പാടില്ല. നമ്മുടെ വിലയേറിയ സമയമാണ്, അതിനെ വൃഥാവാക്കാൻ പാടില്ല. അതൊന്നുമല്ല നമ്മുടെ സബ്ജക്റ്റ് ഉയരത്തിലാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വിളി എന്താണ്, തിരഞ്ഞെടുപ്പ് എന്താണ്, ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഉയരത്തിലേക്ക് ലക്ഷ്യം വെച്ച് പോകുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭൂമിയിൽ നിന്നുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ വിളിയുള്ള വ്യക്തിയാണെങ്കിൽ എപ്പോഴും ദൈവത്തിന് നീ ഒരു വിഷയമാണ്. ദൈവത്തിന് നീ വലിയൊരു വിഷയമാണ്. ദൈവത്തിന്റെ കോളിംഗ് നിന്റെ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നീ വലിയൊരു വിഷയമാണ്. നീ വിലയേറിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ പിശാചിനും നീ ഒരു വിഷയമാണ്. അവൻ എപ്പോഴും നോക്കുന്നത് നിന്നെ എങ്ങനെ തകർത്ത് കളയാൻ കഴിയും, നിന്നെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും, നിന്റെ ആത്മീയത എങ്ങനെ നശിപ്പിക്കാൻ കഴിയും, എങ്ങനെ ദൈവത്തിന് നിന്നെ വലിച്ചകറ്റാൻ കഴിയുമെന്നൊരു വിഷയവുമായിട്ട് അവൻ നടക്കുമ്പോൾ ദൈവം നിന്നെ ഒരു വലിയ വിഷയമാക്കി, ദൈവം നിന്നെ വിലയേറിയവനാക്കി തന്റെ പൊന്നുകരത്തിൽ വഹിക്കുവാനിടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ കാണേണ്ടത് നമുക്കെതിരെ നിൽക്കുന്ന പിശാചിന്റെ വെല്ലുവിളികളെക്കാൾ ഉപരിയായി നമ്മെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ ബലമുള്ള കരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കംഫർട്ട് സോൺ വിട്ടിറങ്ങാൻ കഴിയും. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ദൈവമേ യഹോവേ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ ഞങ്ങളെ അയക്കരുതേ, നിന്റെ സാന്നിധ്യമാണ് എനിക്ക് ആവശ്യം. ഈ പ്രതിസന്ധികളെ നേരിടുവാൻ വേണ്ടി, ഈ ലോകത്തിൽ നിൽക്കുവാൻ, ഈ ലോകത്തിൽ നീ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവേ നിന്റെ സാന്നിധ്യമാണ് പ്രിയ ദൈവജനമേ. അതുകൊണ്ട് ഈ കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് കൊതിക്കാം. ഈ കർത്താവിന്റെ സാന്നിധ്യത്തെ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ഈ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു വ്യക്തിയും, ഒരു പരാജയവും, ഒരു ശത്രുവിനും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. നമ്മുടെ നമ്മുടെ ഹൃദയ സ്പന്ദനത്തെ ഒരു അണ പോലും, ഒരു പ്രാവശ്യം പോലും അതിനെ വ്യതിചലിപ്പിക്കാൻ കഴിയത്തില്ല. ശത്രുവിനെ കുറിച്ചുള്ള ചിന്തകളല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഈ ദിവസങ്ങൾ ആഴമായി ഇറങ്ങുകയാണെങ്കിൽ അത്ഭുതം ചെയ്യാൻ ഇടയാകും. അതുകൊണ്ട് ദൈവത്തിന്റെ ആ വാക്ക് കേട്ടതിന് പ്രകാരം നമ്മുടെ കംഫർട്ട് സോണുകളെ വിട്ടിറങ്ങിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ, കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ ദിവസങ്ങൾ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്. യൗവന രക്തങ്ങൾ ലോകത്തിന് വേണ്ടി, പിശാചിന് വേണ്ടി സമയത്തെ വിനിയോഗിക്കും. അവരെ പിശാചിനെ കെണിയിൽ നിന്നും, തന്ത്രത്തിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും വിടുവിച്ചെടുക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ദൈവം എന്റെയും നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങൾ നോക്കേണ്ടത് നമ്മുടെ മേൽ കിടക്കുന്ന ഉത്തരവാദിത്തത്തെയാണ്, നമ്മുടെ മേൽ കിടക്കുന്ന വിളിയെയാണ്, തിരഞ്ഞെടുപ്പിനെയാണ്.
ആ ദൈവത്തിൻ്റെ വലിയ ആശയത്തെയാണ്, ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണുകളെ വിട്ടിറങ്ങിക്കൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുകയാണെങ്കിൽ കഷ്ടതകളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും എല്ലാം ഉണ്ടാകും. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. അതിൻ്റെ മധ്യത്തിൽ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും വീണു പോകാതെ താണു പോകാതെ നിർത്തുവാൻ ശക്തനായ ദൈവത്തിൻ്റെ കരമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ കംഫർട്ട് സോൺ വിട്ടിറങ്ങേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തിട്ടാണ് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു, നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ താൻ സ്വർഗത്തിൽ സ്വർഗീയ പദവിയിൽ പിതാവിന്റെ അടുത്തിരുന്നതായ കർത്താവ് ഇതാ മാനവരാശി പാപത്തിന്റെ അടിമത്തത്തിൽ മരണത്തിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഇതാ തൻ്റെ ആ ദൈവികമെന്ന സമത്വം, ദൈവത്തോടുള്ള സമത്വം, ആ ദൈവിക ഭാവം മുറുകെ പിടിക്കാതെ ഹല്ലേലൂയ ആ കംഫർട്ട് സോൺ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വയം മനുഷ്യനായി ദാസനായി ഇറങ്ങി വരികയാണ്. എന്തുകൊണ്ടാണ്? എന്നെ നിങ്ങളെയും വിടുവിക്കുന്നതിന് വേണ്ടി, നമ്മെ പാപത്തിന്റെ അടിമച്ചങ്ങലയിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി, മരണത്തിന്റെ നരകത്തിന്റെ അധീനതയിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി ഇതാ ഹല്ലേലൂയ യേശു കർത്താവ് താൻ ദൈവ രൂപത്തിലിരിക്കാതെ സ്വയം കംഫർട്ട് സോൺ വിട്ടിറങ്ങി ഭൂമിയിലേക്ക് വരികയാണ്. കഷ്ടത അനുഭവിക്കുവാൻ നമുക്ക് വേണ്ടി, ഹല്ലേലൂയ നമുക്ക് വേണ്ടി മരിക്കാനായി. അത്രത്തോളം കഷ്ടത നമ്മൾക്ക് ആർക്കുമില്ലല്ലോ. നമുക്ക് വേണ്ടി സ്വയം ഏൽപ്പിക്കുക, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് വേണ്ടി ഉള്ള സകല ശിക്ഷാവിധികളും സ്വയം ഏറ്റുവാങ്ങാൻ വേണ്ടി സ്വയം മനസ്സോടെ ഇറങ്ങി വരുന്നവനായ കർത്താവിനെ കാണുക. ഹല്ലേലൂയ. അതേ കർത്താവ് പോയപ്പോഴാണ്, അതേ കർത്താവ് ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ക്രൂശീകരിക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നിട്ട് പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഹല്ലേലൂയ ഈ ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് എൻ്റെ സാക്ഷികളാകണം. എനിക്ക് ശിഷ്യന്മാരെ നിങ്ങൾ പണിതെടുക്കണം. ഹല്ലേലൂയ. അനേക ശിഷ്യരെ നിങ്ങൾ നേടിയെടുക്കണം. സുവിശേഷം നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ഹല്ലേലൂയ. അന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് മാനവരാശിയെ നോക്കിയപ്പോൾ ആ കർത്താവിന്റെ ഹൃദയം പിടച്ചു. പിശാചിന്റെ കയ്യിൽ അടിമത്തത്തിൽ കിടക്കുന്നതായ മാനവരാശിയെ കണ്ടുകൊണ്ട് മനസ്സലിഞ്ഞുകൊണ്ട് വേദനയോടുകൂടി ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം മനസ്സോടുകൂടി ഇറങ്ങി വന്ന കർത്താവിന്റെ ഭാവം, ആ ഭാവത്തിന്റെ ഒരു കണികയെങ്കിലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുവെങ്കിൽ, ആ കർത്താവിന്റെ ഭാവത്തിന്റെ ഒരല്പമെങ്കിലും നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, നമ്മളായിരിക്കുന്ന കംഫർട്ട് സോൺ വിട്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, പിശാചിന്റെ പിടിയിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുക്കുന്നതിന് വേണ്ടി, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും എതിർപ്പുകൾ വന്നാലും കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടി, അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം, കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവരെയാണ് ദൈവം തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കുറെ ലോകത്തിൽ കുറെ സമ്പാദ്യങ്ങൾ, കുറെ പേരും പ്രശസ്തിയും ഹല്ലേലൂയ എല്ലാം നേടി കംഫർട്ടായിട്ട് ജീവിക്കുവാൻ വേണ്ടിയല്ല ഹല്ലേലൂയ ആ വ്യക്തി തിരഞ്ഞെടുക്കുന്നത്. ദൈവം നമുക്ക് സമൃദ്ധി നൽകും, ദൈവസമ്പത്തും എല്ലാം നൽകും. അത് ദൈവത്തിന്റെ സബ്ജക്റ്റാണ്. എന്നാൽ നമ്മളുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം അതായിരിക്കുവാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം എപ്പോഴും എങ്ങനെ ഞാൻ മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും സുവിശേഷം അറിയിക്കും, ഞാൻ മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും രക്ഷയിലേക്ക് നടത്തുവാൻ കഴിയുമോ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ ആയുസ് ഈ ഭൂമിയിൽ അവസാനിക്കുന്നതിന് മുൻപായിട്ട് എനിക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അതായിരിക്കണം എൻ്റെ സബ്ജക്റ്റ്, അതായിരിക്കണം എന്നെ ചലിപ്പിക്കേണ്ടത്, അതായിരിക്കണം എൻ്റെ ഉറക്കം കെടുത്തേണ്ടത്, അതായിരിക്കണം ഹല്ലേലൂയ എൻ്റെ സമയത്തെ ക്രമീകരിച്ചു കൊണ്ട് എൻ്റെ ലോകത്തിന് വേണ്ടി എൻ്റെ സമയത്തെ കൊടുക്കാതെ ദൈവസന്നിധിയിൽ എന്നെ മുഴങ്കാൽ മടക്കുവാൻ ഇടയാക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കംഫർട്ട് സോണുകൾ വിട്ടിറങ്ങിക്കൊണ്ട് പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ കഴിയട്ടെ. ഉറക്കത്തിന്റെ കംഫർട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയത്തെ നമുക്ക് വിനിയോഗിക്കാം. ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കാം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ തക്കവണ്ണം ഒരു സമർപ്പണം നമ്മിൽ നിന്നും ഉളവാകുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കംഫർട്ട് സോണുകളെ വിട്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പ്രത്യേക ലൈവിൽ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ നിന്റെ വലിയൊരു തിരഞ്ഞെടുപ്പ്, വലിയൊരു വിളി
ഉദ്ദേശം ഞങ്ങളുടെ മേൽ കിടക്കുമ്പോൾ അപ്പാ ഈ ലോകത്തിലെ ഒരു കഷ്ടതയോ നിന്ദയോ ദുഃഖമോ എതിർപ്പുകളോ ഒന്നും ഞങ്ങളുടെ വിഷയമാകാതെ അവയൊന്നും ഞങ്ങളെ തൊടാതെ അപ്പാ കർത്താവെ നീ എന്താണോ ഞങ്ങളോട് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകണമേ. പ്രത്യേക ട്രിനിറ്റി ഇന്റർനാഷണൽ മിനിസ്ട്രി ഓർത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന അതിന്റെ ഭാരവാഹികൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാസന്മാരുടെ നല്ല ഉദ്ദേശങ്ങളെ മാനിക്കണമേ കർത്താവെ. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവെ അത്ഭുതകരമായ കർത്താവ് കരം പിടിച്ച് മുൻപോട്ട് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ മക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം അവർക്ക് കൊടുത്താട്ടെ. അവരുടെ പ്രാർത്ഥനകൾക്ക് നീ മറുപടി കൊടുക്കണമേ കർത്താവെ. ഈ ദിവസങ്ങൾ അവരുടെ ആഗ്രഹങ്ങളെ കർത്താവ് നിവർത്തിച്ച് മുൻപോട്ട് പോകുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സകല മാനവ മഹത്വം കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധാത്മാവ് എല്ലാവരും വഴി നടത്താൻ സഹായിക്കണം. ദൈവകൃപയെ നിറയ്ക്കണം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന കൃപയോട് കേൾക്കണമേ പൊന്നുപിതാവേ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.